Dear students, once again welcome back to plus 1 zoology class. ഹ്യൂമൻ ഫിസിയോളജി ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട് പ്ലസ് 1 സുവോളജിയിലെ ചാപ്റ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. ഈ ഒരു ചാപ്റ്റർ, ആ ഒരു ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയയിലെ ടോപ്പിക്സ് ഏതൊക്കെ, അവയുടെ കൃത്യമായ വിശദീകരണം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ലഭിക്കും. ഏതായാലും ഒരിക്കൽ കൂടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, ഈ ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏതൊക്കെ ടോപ്പിക്സാണ് ഈ ഒരു ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയ ആയിട്ട് നമുക്ക് നൽകിയിരിക്കുന്നതെന്നാണ്. കാരണം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഫോക്കസ് ഏരിയ മാത്രമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ചുമായും ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥികൾ പ്ലസ് 1 എക്സാമിനേഷൻ പ്രതീക്ഷിക്കുന്ന ഈ സമയത്ത് ഫോക്കസ് ഏരിയ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്നത് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ്. അതിൽ തന്നെ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിലെ 18ാമത്തെ ചാപ്റ്ററിലെ 1ാമത്തെ ടേബിൾ പ്രത്യേകമായി പഠിക്കാനും അതിലുള്ള ഡോണർ കമ്പാറ്റിബിലിറ്റി, ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആർക്ക് നൽകാമെന്നതൊക്കെ പരിചയപ്പെടാനും പറയുന്നുണ്ട്. നമുക്കതിലേക്ക് വരാം. അതേപോലെ പിന്നീട് RH ഗ്രൂപ്പിംഗ്, നമുക്കറിയാം ബ്ലഡ് ഗ്രൂപ്പിങ്ങിൽ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് പോലെ തന്നെ പ്രധാനമാണ്. RH പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കുന്നത്, അതിലേക്ക് വരാം. ഇപ്പോൾ ഈ RH ഗ്രൂപ്പിംഗ് പരിചയപ്പെടുമ്പോൾ പ്രധാനമായിട്ടും ഓർക്കേണ്ടത് എരിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ് എന്നുള്ള അസുഖത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇത് ഫീറ്റസിനെ ബാധിക്കുന്ന, ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കുന്ന ഒരു RH ഇൻകോമ്പാറ്റിബിലിറ്റി ഇഷ്യൂ ആണ്. പേര് കേട്ട് ബേജാറാവേണ്ട കാര്യമില്ല, നമുക്കിത് വിശദമായിട്ട് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഭാഗമാണ്. ഇനി വീണ്ടും നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും പെരികാർഡിയം, ബൈക്കസ്പിഡ് വാൽവ്, ട്രൈക്കസ്പിഡ് വാൽവ്, സെമിലൂണാർ വാൽവ്സ്, SA നോഡ്, AV നോഡ്, ബണ്ടിൽ ഓഫ് ഹിസ്, പെർക്കിൻജെ ഫൈബേഴ്സ്. പേരുകൾ കേട്ടിട്ട് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള വലിയ ഭാഗമാണെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കുഞ്ഞു കുഞ്ഞു പോയിൻറ്റ്സ് ആണ്. ആക്ച്വലി പെരികാർഡിയം എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അതേപോലെ ബൈക്കസ്പിഡ് വാൽവ്, ട്രൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുമ്പോൾ ഹാർട്ടിൽ വ്യത്യസ്തമായ വാൽവുകൾ കാണാം. ആ വാൽവുകളുടെ ജസ്റ്റ് എവിടെ നിൽക്കുന്നു ആ വാൽവ് എന്ന് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. ദെൻ കാർഡിയാക് സൈക്കിൾ വരാനുണ്ട്. സിസ്റ്റോളിനെ കുറിച്ചും ഡയസ്റ്റോളിനെ കുറിച്ചും, അതായത് നമ്മൾ ഹാർട്ട് റിഥമിക്കായിട്ട് കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനാണ് സിസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോൾ എന്ന് പറയുക. ആ സമയത്ത് ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സ് ഉണ്ട്. ഇതൊരു സ്റ്റെത്തസ്കോപ്പിലൂടെ നമുക്ക് കേൾക്കാം. അതാണ് ഹാർട്ട് സൗണ്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ECG കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ആൻഡ് ഫൈനലി നമ്മൾ മറ്റ് ചാപ്റ്റേഴ്സൊക്കെ അവസാനിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ഡിസോർഡേഴ്സിനെ കുറിച്ച് പറയണം. ഇപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തെ ബാധിക്കുന്ന ഡിസോർഡേഴ്സ് കൂടെ പറഞ്ഞു വെക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയ എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വേണമെന്നതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിലെ ആദ്യ ഭാഗമായ ഹാർട്ടിൻ്റെ, ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ, അതേപോലെ ഹാർട്ടിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട പെരികാർഡിയത്തിലേക്കും മറ്റൊക്കെ പോകാനുണ്ട്. അതിന് മുമ്പായിട്ട് സർക്കുലേഷനെ കുറിച്ചൊരു ഓവറോൾ പിക്ചർ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് വാട്ട് ഈസ് സർക്കുലേഷൻ? അപ്പോൾ എന്താ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ബോഡിയിലൂടെ 2 വ്യത്യസ്തമായ ഫ്ലൂയിഡ്സ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഒന്ന് ബ്ലഡ് ആണ്, മറ്റൊന്ന് ലിംഫാണ്. ഓക്കെ, അപ്പോൾ സർക്കുലേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ബോഡി ഫ്ലൂയിഡ്സ് നമ്മുടെ ബോഡിയിലൂടെ ഒഴുകുന്നതിനെയാണ് സർക്കുലേഷൻ എന്ന് പറയാം. എന്തിനാണ് ഒഴുകുന്നത് അതവിടെ വ്യക്തമാണ്. സർക്കുലേഷൻ ഈസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലഡ് ഒഴുകുന്നത്. ദെൻ ഓക്സിജൻ, അല്ലേ, നമുക്കറിയാം നമ്മൾ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ പരിചയപ്പെട്ടതാണ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസിൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ബോഡിയിൽ നമ്മൾ എങ്ങനെയാണ് ടിഷ്യൂസുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റെസ്പിറേറ്ററി ഗ്യാസസിനെയും ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് ഓരോ സെല്ലിനകത്ത് നടക്കുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന നൈട്രോജിനസ് വേസ്റ്റ് പ്രോഡക്ട്സ് ആണ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്. വിശദമായി മറ്റൊരു ചാപ്റ്ററിൽ പറയാനുണ്ടെങ്കിൽ പോലും ഈ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സിനെ സെല്ലിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ യൂറിയാക്കി മാറ്റുകയും, നമ്മുടെ ബോഡിയിലാണെങ്കിൽ യൂറിയാക്കി മാറ്റുകയും
അത് ലിവറിൽ വെച്ചുകൊണ്ട് ആ പ്രോസസ്സ് നടന്ന് പിന്നീട് കിഡ്നിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യൊക്കെ വേണം. അപ്പോൾ അത് ടാർഗറ്റിലേക്ക് എത്തിച്ചേരണ്ടേ, അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈവൻ അത് മാത്രമല്ല കേട്ടോ, അത് ഹോർമോണും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ബോഡിയിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സർക്കുലേറ്ററി ഫ്ലൂയിഡ്സ് ആണ്. അപ്പോൾ ഈ ഫ്ലൂയിഡ്സ് വ്യക്തമായിട്ട് ഇവയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ സർക്കുലേഷൻ അതിനെ വിളിക്കുക. ഓക്കെ, ഇവിടെ സിമ്പിൾ ഓർഗാനിസം ആണെങ്കിൽ ഹ്യൂമൻ ബീങ്സ്, നമ്മൾ ഹ്യൂമൻ സർക്കുലേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈവൻ ദോ സിമ്പിൾ ഓർഗാനിസംസ് ആണെങ്കിൽ അത് സ്പോഞ്ചസ് ആവട്ടെ, സിലൻട്രേറ്റ്സ് ആവട്ടെ, അവയിലൊക്കെ ഉള്ള വാട്ടർ, ജസ്റ്റ് വാട്ടർ വാസ്കുലാർ സിസ്റ്റമോ അല്ലെങ്കിൽ വാട്ടർ കനാൽ സിസ്റ്റമോ ഒക്കെ എന്താണ് ഈ രീതിയിൽ ചുറ്റുപാടുകളിൽ നിന്ന് ഉള്ള വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് അവയിൽ സർക്കുലേഷൻ സാധ്യമാകും. പക്ഷെ അങ്ങനെയല്ല, കോംപ്ലക്സ് ഓർഗാനിസംസിലേക്ക് വരുന്ന സമയത്ത് ബോഡി ഫ്ലൂയിഡ്സ് വേണം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, 2 തരം ബോഡി ഫ്ലൂയിഡ്സ്. ഏതൊക്കെ? ബ്ലഡ് ആൻഡ് ലിംഫ്. ഇവയാണ് സർക്കുലേഷന് വേണ്ടി ഉപയോഗപ്പെടുന്നത്. ഇപ്പോൾ ഇൻട്രൊഡക്ഷനിൽ കാര്യങ്ങൾ മനസ്സിലായി, എന്താ സർക്കുലേഷൻ, 2 ബോഡി ഫ്ലൂയിഡ്സിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി ഞാൻ ഫോക്കസ് ഏരിയയിലേക്ക് വരികയാണ്. അതിനു മുമ്പായിട്ട് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് വിശാലമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക, അല്ലേ? കാരണം നിങ്ങൾക്ക് ഒരുപക്ഷെ ഫോക്കസ് ഏരിയ അല്ലാത്ത ഭാഗത്തും ചോദ്യങ്ങളൊക്കെ വരാമെന്നതുകൊണ്ട് തന്നെ ഇതൊരു ഔട്ട്ലൈനാണ് ഞാൻ നൽകാൻ പോകുന്നത്, എ ഫ്ലോ ചാർട്ട് ഓഫ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. എന്തായാലും ഈ ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തെ നമുക്ക് 2ആയി ഭാഗിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നമ്മൾ 2 തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞല്ലോ, ഒന്ന് ബ്ലഡാണ്, മറ്റൊന്ന് ലിംഫാണ്, അല്ലേ? ബ്ലഡ് കളേർഡ്, എന്താ പറയുക, റെഡ് കളേർഡ് ഫ്ലൂയിഡാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് ലിംഫ് എന്ന് പറയുന്നത് കളർലെസ് ആയ നമ്മുടെ ബോഡിയിലൂടെ ഒഴുകുന്ന ഒരു ഫ്ലൂയിഡാണ്, ലസ്സിക എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. ഓക്കെ, അപ്പം ഈ ബ്ലഡ് ഒഴുകുന്ന സിസ്റ്റത്തെ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം എന്നും ലിംഫ് ഒഴുകുന്ന സിസ്റ്റത്തെ ലിംഫാറ്റിക് സിസ്റ്റം എന്നും പറയാം. ഓക്കെ, അപ്പോൾ 2 തരത്തിൽ ബ്ലഡും ലിംഫും 2 ഫ്ലൂയിഡ്സ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് 2ആക്കി മാറ്റിയിരിക്കുന്നത്. ഈ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിൽ ആരൊക്കെയുണ്ട്, അതേപോലെ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ആരൊക്കെയുണ്ട്? ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിൽ ഹാർട്ട്, അതേപോലെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ്, അതേപോലെ അത് ഒഴുകാൻ ആവശ്യമായിരിക്കുന്ന ബ്ലഡ് വെസൽസ്, ഇവയാണുള്ളത്. എന്നാൽ ലിംഫ് എന്ന് പറയുന്നതും ഈ ഒഴുകുന്ന കളർലെസ് ഫ്ലൂയിഡായ ലിംഫും, ലിംഫ് ഒഴുകാൻ ആവശ്യമായ വെസൽസായ ലിംഫ് വെസൽസും അല്ലെങ്കിൽ ലിംഫാറ്റിക്സും, അല്ലേ? അതേപോലെ തന്നെ ലിംഫ് വെസലുകൾക്കിടയിൽ കാണുന്ന ചില ടിഷ്യൂ, എന്താ പറയുക, ചില പ്രത്യേക തരത്തിലുള്ള സോളിഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അവയെ നമുക്ക് ലിംഫ് നോഡ് എന്ന് വിളിക്കാം. ഇത്രയൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ഏരിയ മാത്രം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ പഠിച്ചു നോക്കണമെന്നില്ല, പക്ഷേ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയുകയാണ് ഞാൻ. ഏതായാലും ഹാർട്ട് നമ്മുടെ ബോഡിയിൽ എന്താണ്, നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയിൽ കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഓർഗനാണ്, അതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല. എന്നാൽ ബ്ലഡിലേക്ക് വരുന്ന സമയത്തും ബ്ലഡ് വെസലിലേക്ക് വരുന്ന സമയത്തും അല്പം ഡീറ്റെയിൽഡ് ആവശ്യമുണ്ട്. കാരണം ബ്ലഡ് എന്ന് പറയുമ്പോൾ അതിലെ 2 കമ്പോണൻസ്, ഒന്ന് പ്ലാസ്മയാണ്, മറ്റൊന്ന് ഫോംഡ് എലമെൻറ്റ്സ് ആണ്. പ്ലാസ്മ ഇത് ലിക്വിഡ് കമ്പോണൻറ്റ് ഓർ ദ ലിക്വിഡ് പോർഷൻ ഓഫ് ദ ബ്ലഡ്. എന്നാൽ ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ കാണാൻ കഴിയുന്ന സെല്ലുകളെ RBCയും WBCയും പ്ലേറ്റ്ലെറ്റ്സും എല്ലാം ചേർന്ന് വിളിക്കുന്ന പേരാണ് ഫോംഡ് എലമെൻറ്റ്സ്. ഓക്കെ, അതേപോലെ തന്നെ ബ്ലഡ് വെസൽസിൽ ആർട്ടറീസ് ഉണ്ട്. ഹാർട്ടിൽ നിന്ന് ഒരു പ്രത്യേക ടാർഗറ്റിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന, അതായത് ആർട്ടറീസിലൂടെ ബ്ലഡ് ഒഴുകുന്നത് അവേ ഫ്രം ഹാർട്ടാണ്, ഹാർട്ടിൽ നിന്ന്, അല്ലേ, മറ്റു ഭാഗങ്ങളിലേക്കാണ്. എന്നാൽ വെയിൻസ് എന്ന് പറഞ്ഞാൽ ദേ ക്യാരി ബ്ലഡ് ടുവേർഡ്സ് ഹാർട്ട്, ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരാൻ കഴിയുന്ന ബ്ലഡ് വെസൽസ് ആണ് ആര്? വെയിൻസ്. എന്നാൽ ഇവയ്ക്കിടയിൽ, ഈ ആർട്ടറീസിനും വെയിൻസിനും ഇടയിൽ ടിഷ്യൂസിന് ബ്ലഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ മൈന്യൂട്ടായ എന്താ പറയുക, ഒരു സിംഗിൾ സെൽ തിക്നെസ് വരെയുള്ള തരത്തിലുള്ള വളരെ മൈന്യൂട്ട് ബ്ലഡ് വെസൽസ് ആവശ്യമുണ്ട്. അവയാണ് കാപ്പിലറീസ് എന്ന് വിളിക്കുന്നത്. അവ വഴിയാണ് ആക്ച്വലി ടിഷ്യൂസിന് ഈ ബ്ലഡിലുള്ള എല്ലാ കമ്പോണൻസും സപ്ലൈ ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, നമ്മൾ ഫോംഡ് എലമെൻറ്റ്സിലേക്ക് വരുന്ന സമയത്ത് RBC, WBC പ്ലേറ്റ്ലെറ്റ്സ് ഇവയാണുള്ളത്. ഓക്കെ, RBC റെഡ് കളേർഡ് ബ്ലഡ് സെൽസ് ആണ്, അല്ലെ? റെഡ് ബ്ലഡ് കോർപ്പസെൽസ് എന്നതിൻ്റെ ചുരുക്കമാണത്. WBC എന്നത് വൈറ്റ് ബ്ലഡ് കോർപ്പസെൽസ് ആണ്, അല്ലേ? അത് വെളുത്ത രക്താണുക്കളാണ്. പ്ലേറ്റ്ലെറ്റ്സ് വളരെ ചെറിയ സെൽ ഫ്രാഗ്മെൻറ്റുകളാണ്, യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും സെല്ലുകളല്ല എന്ന് പറയാം. WBC തന്നെ വീണ്ടും 2 തരത്തിൽ ഗ്രാനുലോസൈറ്റ്സും അതേപോലെ ഗ്രാനുലോസൈറ്റ്സും ഉണ്ട്. അതായത് ഈ സെല്ലുകൾ ഉള്ളിലായിട്ട് പ്രത്യേകതരം ഗ്രാന്യൂൾ കാണുന്നുവെങ്കിൽ ഗ്രാനുലോസൈറ്റ് ആണ്, ഗ്രാന്യൂൾസ് ഇല്ല എങ്കിൽ ഗ്രാനുലോസൈറ്റ്സ് ആണ്. ഗ്രാനുലോസൈറ്റുകളിൽ 3 തരം ഗ്രാനുലോസൈറ്റ്സ് ഉണ്ട്, ന്യൂട്രോഫിൽസ്, ഈസിനോഫിൽസ്, ബേസോഫിൽസ്. ഗ്രാനുലോസൈറ്റ്സിൽ 2 തരം സെല്ലുകളാണ് കാണുന്നത്, ലിംഫോസൈറ്റ്സും മോണോസൈറ്റ്സും. ഇത് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തെ ജനറലി ഒരു പിക്ചർ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നൽകിയിരിക്കുന്ന ഇൻട്രൊഡക്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് ഫോക്കസ് ഏരിയയിലേക്ക് വരണം. അപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചു വെക്കേണ്ടത്.
ഓക്കെ, നമ്മൾ അതിലേക്ക് വരികയാണ്. ആദ്യത്തെ ഈ ഒരു കുറഞ്ഞ സമയം ഞാൻ ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രം. നമുക്ക് വേഗത്തിൽ പാസ് ചെയ്ത് പോകാം. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിലെ ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് ബ്ലഡ്, അതിൻ്റെ ഗ്രൂപ്പിംഗ്. ഓക്കെ, ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിലെ ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യമേ മനസ്സിലാക്കേണ്ടത് ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്നുള്ള കൺസെപ്റ്റ് അല്ലേ ആദ്യമായിട്ട് നമുക്ക് ഡിസ്കവർ ചെയ്ത് നമ്മളോട് ഡിഫൈൻ ചെയ്തത് കാൾ ലാൻഡ്സ്റ്റൈനർ ആയിരുന്നു. അദ്ദേഹം നമുക്ക് കാണാം ലാൻഡ്സ്റ്റൈനർ ആണ്. അപ്പോൾ ലാൻഡ്സ്റ്റൈനർ കൊണ്ടുവന്ന ഈ ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം അതിനെ നമുക്ക് ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. എന്താ വിളിക്കുന്നത്? ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം. ഓക്കെ, അതേപോലെ തന്നെ ABO ഗ്രൂപ്പിങ്ങിൻ്റെ കൂട്ടത്തിൽ നമുക്കറിയാം ബ്ലഡ് ഗ്രൂപ്പിന് AB, അതേപോലെ തന്നെ AB, O, ഇങ്ങനെ 4 ഗ്രൂപ്പുകൾ ഉള്ളത് കൊണ്ടാണ് ABO എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? AB, AB, O. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് പറയാറുണ്ട്? A പോസിറ്റീവ്, A നെഗറ്റീവ്, AB പോസിറ്റീവ് അല്ലെങ്കിൽ O നെഗറ്റീവ് എന്നൊക്കെ പറയാറില്ലേ? ആക്ച്വലി നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് മറ്റൊരു ആൻറ്റിജൻ്റെ പ്രസൻസിൻ്റെ ബേസിൽ നമ്മൾ RH ഗ്രൂപ്പിംഗ് കൂടെ നടത്തുമ്പോൾ അല്ലെങ്കിൽ RH ടൈപ്പിംഗ് കൂടെ നടത്തുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതായാലും ബ്ലഡ് ഗ്രൂപ്പിംഗിൽ ABO ഗ്രൂപ്പിംഗ് ഉണ്ട്, അതേപോലെ തന്നെ RH ഗ്രൂപ്പിംഗ് ഉണ്ട്. നമുക്ക് വിശദമായിട്ട് രണ്ടും പരിചയപ്പെടാം. നമുക്ക് ഒരുപാട് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട ടേബിളൊക്കെ വരാൻ പോകുന്നുണ്ട്, അതിലേക്ക് എന്താണ് വരികയാണ്. ഏതായാലും അത് നമ്മൾ ABO ഗ്രൂപ്പിംഗ് നോക്കാം. അതായത് RBC, ബ്ലഡിൽ RBC നമ്മൾ നേരത്തെ മനസ്സിലാക്കി റെഡ് ബ്ലഡ് കോർപ്പസൽസ് ആണ് അല്ലേ. ഈ RBCയുടെ സർഫസിൽ, RBCയുടെ ഉപരിതലത്തിൽ ചില പ്രത്യേകതരം ആൻറ്റിജൻസിൻ്റെ പ്രസൻസോ ആബ്സെൻസോ, ഒന്നുകിൽ പ്രസന്റ് ആകാം അല്ലെങ്കിൽ ആബ്സെൻസ് അല്ലെ ഉണ്ടാകാം. ആ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ദ സർഫസ് ആൻറ്റിജൻസ് ഓൺ RBC, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ABO ഗ്രൂപ്പിംഗ് നടത്തുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഡയഗ്രാം കാണാം, ശ്രദ്ധിക്കുക. ഇവിടെ RBC 4 കോളംസിലും കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഒന്നാമത്തെ കോളത്തിൽ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്ന RBCയുടെ പ്രത്യേകത എന്താണ്? അതിൻ്റെ സർഫസിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ആൻറ്റിജൻ കാണാൻ കഴിയുന്നു. ഓക്കെ, ആക്ച്വലി ഇറ്റ് ഈസ് എ കെമിക്കൽ, ഇറ്റ്സ് എ പോളിസാക്കറൈഡ്, ഒരു ഷുഗർ മോളിക്യൂൾ ആണെന്നൊക്കെ പറയാം അല്ലേ. RBCയുടെ മുകളിലുള്ള ഈ ആൻറ്റിജൻ, അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി ഇപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതില്ല. ഏതായാലും ഒരു കെമിക്കൽ അതിന് മുകളിലുണ്ട്, അതൊരു ആൻറ്റിജൻ ആയിട്ട് പ്രവർത്തിക്കുന്നു അല്ലേ. അപ്പോൾ ഞാൻ ഈ ആദ്യത്തെ കോളത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ആൻറ്റിജനെ നമുക്ക് ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് ആൻറ്റിജൻ A. ഓക്കെ, ഇനി രണ്ടാമത്തെ കോളത്തിൽ കാണിച്ചിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ആൻറ്റിജൻ കാണാൻ കഴിയുന്നു, ബട്ട് the shape of or the structure of the antigen is a little bit different from the first one. ആദ്യം കാണിച്ച ആൻറ്റിജൻ A എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്പം വ്യത്യാസമുള്ളത് കൊണ്ട് let us call it as ആൻറ്റിജൻ B. നമുക്കെന്ത് വിളിക്കാം? ആൻറ്റിജൻ B എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ ആൻറ്റിജൻ Aയോ ആൻറ്റിജൻ Bയോ പ്രസന്റ് ആണെങ്കിൽ അതാണ് ആക്ച്വലി ഗ്രൂപ്പ് A എന്നും ഗ്രൂപ്പ് B എന്നും പറയുന്നത്. എന്നാൽ മൂന്നാമത്തെ കോളത്തിലേക്ക് നോക്കൂ നിങ്ങൾ. അവിടെ നമ്മൾ ആദ്യം കണ്ട 2 ആൻറ്റിജൻസും പ്രസന്റ് ആണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ബ്ലഡിന് എന്ത് വിളിക്കേണ്ടി വരുന്നു? AB ഗ്രൂപ്പ് എന്ന് വിളിക്കേണ്ടി വരുന്നു. ഓക്കെ, ദിസ് വൺ ഈസ് ദ AB ഗ്രൂപ്പ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ലാസ്റ്റ് വൺ ദർ ഈസ് നെയ്തർ A ആൻറ്റിജൻ നോർ B ആൻറ്റിജൻ. ആൻറ്റിജൻ Aയും ഇല്ല, ആൻറ്റിജൻ Bയും ഇല്ല. then we call it as O ഗ്രൂപ്പ്. നിൽ, ഇല്ലെന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രസൻസ് ഓർ ആബ്സെൻസ് എന്ന് പറഞ്ഞത്. ആൻറ്റിജൻ പ്രസന്റ് ആയാൽ ഗ്രൂപ്പ് തീരുമാനിക്കപ്പെടും, ആൻറ്റിജൻ ആബ്സെന്റ് ആകുന്ന സമയത്തും ഗ്രൂപ്പിന് ഏതാണെന്ന് പറയേണ്ടതുണ്ട് അല്ലേ. അതാണ് O ഗ്രൂപ്പ് നമ്മൾ കണ്ടത്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ പ്ലാസ്മയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ബ്ലഡിൻ്റെ ലിക്വിഡ് പാർട്ടാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഈ പ്ലാസ്മയിൽ നാച്ചുറലി പ്രസന്റ് ആയ 2 ആൻറ്റിബോഡീസ് ആർ ദെയർ. ഓക്കെ, അവയെ നമുക്ക് ആൻറ്റി A എന്നും ആൻറ്റി B എന്നും വിളിക്കാം. എന്താ ഈ ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ? ആൻറ്റിജനുകൾക്കെതിരായി പ്രവർത്തിക്കാൻ കഴിയുന്ന മറ്റൊരു കെമിക്കലാണ് ആൻറ്റിബോഡി. നോർമലി പ്രോട്ടീൻ നേച്ചർ ആയിരിക്കും അതിനുണ്ടാകുക. അപ്പോൾ ഈ ആൻറ്റിബോഡികളുടെ പ്രത്യേകത അത് സ്പെസിഫിക് ആയ ആൻറ്റിജനുകൾക്ക് എതിരെ പ്രവർത്തിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആൻറ്റി A എന്ന ആൻറ്റിബോഡി ആണെങ്കിൽ അത് ആർക്കെതിരെ പ്രവർത്തിക്കും? A ആൻറ്റിജനെതിരെ പ്രവർത്തിക്കും. ഓക്കെ, അതേപോലെ ആൻറ്റി B ആണെങ്കിലോ അത് B ആൻറ്റിജനെതിരെ പ്രവർത്തിക്കും. ഈ തരത്തിലുണ്ടാകുന്ന നാച്ചുറൽ ആൻറ്റിബോഡീസ് ആണ് ആൻറ്റി Aയും ആൻറ്റി Bയും. അവയും ബ്ലഡിലുണ്ടാകാം,
നോട്ട് ഓൺ ദി RBC, they are present, antibodies are present in plasma. ഓക്കെ, പ്ലാസ്മയിൽ കണ്ടേക്കാം. ഇനി നമ്മൾ എങ്ങനെയാണ് ഗ്രൂപ്പ് തീരുമാനിക്കുന്ന സമയത്ത് ഈ ആൻറ്റിജൻ്റെയും ആൻറ്റിബോഡിയുടെയും പ്രസൻസ് ഉള്ളത്? അത് നമുക്കിവിടെ ഈ ചാർട്ട് വെച്ചുകൊണ്ട്, ഇതാണ് നിങ്ങൾ ആക്ച്വലി ഡോണർ കമ്പാറ്റബിലിറ്റി ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചാർട്ട് എന്ന് പറയാം. നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് എ എടുക്കുകയാണെങ്കിൽ അവയുടെ RBCയുടെ സർഫസിൽ വി ക്യാൻ സി ദ ആൻറ്റിജൻ എ. ഏത് ആൻറ്റിജൻ ഉണ്ട്? ആൻറ്റിജൻ എ പ്രസന്റ് ആണ്. എന്നാൽ ഈ ബ്ലഡിൽ ആൻറ്റിബോഡി ബി ഉണ്ടാകാൻ അല്ലെങ്കിൽ ആൻറ്റി ബി ഉണ്ടാകാൻ പാടുണ്ടോ? ആൻറ്റിബോഡി പാടില്ല. ആൻറ്റിബോഡി എ ഉണ്ടാകാൻ പാടുണ്ടോ? ഇല്ല. കാരണം എന്താ? ആൻറ്റിബോഡി എക്ക് ആൻറ്റി ബി എന്നറിയപ്പെടുന്ന ആൻറ്റി എ എന്നറിയപ്പെടുന്ന ആൻറ്റിബോഡി എക്ക് ആരുമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും? എ ആൻറ്റിജനുമായി പ്രവർത്തിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ പ്ലാസ്മയിൽ അല്ല, അതായത് എ ഗ്രൂപ്പ് ബ്ലഡിന്റെ പ്ലാസ്മയിൽ നമ്മൾ കാണുക ആൻറ്റി ബി ആണ്. ആരാ കാണുന്നത്? ആൻറ്റി ബി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാൾ നമുക്ക് ബാക്കിയുള്ള ബ്ലഡ് ഗ്രൂപ്പ് കൂടെ പറയാം. അതിനുശേഷം ആർക്ക് ഡൊണേറ്റ് ചെയ്യാം, ആർക്ക് ഇതിൽ നിന്ന് റിസീവ് ചെയ്യാം നമുക്ക് അവസാനം പറയാം. അതേപോലെ ബി ഗ്രൂപ്പ് എടുക്കുന്ന സമയത്ത് ബ്ലഡ് ഗ്രൂപ്പ് ബി ആണെങ്കിൽ RBCയിൽ കാണുന്ന ആൻറ്റിജൻ ഏതാണ്? ആൻറ്റിജൻ ബി ആയിരിക്കും. അവിടെ കാണുന്ന ആൻറ്റിബോഡി ഏതാണ്? ആൻറ്റി എ ആയിരിക്കും. ഇനി നിങ്ങൾ ബ്ലഡ് ഗ്രൂപ്പ് AB എടുക്കുകയാണെങ്കിൽ അവിടെ ബോത്ത് ദ ആൻറ്റിജൻസ് ആർ പ്രസന്റ്, A and B. എന്നാൽ ആൻറ്റിബോഡി കാണാൻ പറ്റുമോ? ആൻറ്റിബോഡി ഇല്ല. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ O ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ O ഗ്രൂപ്പിന്റെ നമ്മൾ RBCയുടെ സർഫസിൽ നോക്കിയാൽ there will be no ആൻറ്റിജൻ. നേരത്തെ ഞാൻ ഡയഗ്രാം കാണിച്ചു തന്നു. അതേപോലെ തന്നെ പ്ലാസ്മയിൽ നോക്കുകയാണെങ്കിൽ ബോത്ത് ദ ആൻറ്റിബോഡീസ് ആർ പ്രസന്റ്. ഇതാണ് ബ്ലഡ് ഗ്രൂപ്പിലെ വിവിധ ടൈപ്പിൽ അല്ലെങ്കിൽ ഇതാണ് വിവിധ ഗ്രൂപ്പുകളിലെ ബ്ലഡിൻ്റെതാണ് RBCയിൽ കാണാൻ കഴിയുന്ന A and B ആൻറ്റിജൻ, അവയുടെ പ്രസൻസും ആബ്സൻസും. അതേപോലെ തന്നെ ആൻറ്റി എ ആൻറ്റി ബി ആൻറ്റിബോഡീസ് ആണ്. അവയുടെ പ്രസൻസും ആബ്സൻസും ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ബ്ലഡ് ആർക്കൊക്കെ കൊടുക്കാം ഒരു ഗ്രൂപ്പുകാരന്. അതേപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ബ്ലഡ് ഗ്രൂപ്പുള്ള ആൾക്ക് ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാം. ഇതൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ആ ഒരു ഡിസ്കഷനിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. നമ്മളിവിടെ ഏത് ഗ്രൂപ്പ് ബ്ലഡ് ആർക്കൊക്കെ കൊടുക്കാമെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഞാൻ ഇനി പറയുന്നത് നിങ്ങൾക്ക് വേഗത്തിൽ ഓടും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു ബ്ലഡ് ഗ്രൂപ്പ്, ഏതെങ്കിലും ഒരു ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാളുടെ ബ്ലഡ് മറ്റൊരാൾക്ക് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ബ്ലഡിലുള്ള ആൻറ്റിജൻ സ്വീകരിക്കുന്ന ആളുടെ ബ്ലഡിലുള്ള ആൻറ്റിബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യാനും. എങ്ങനെ റിയാക്ട് ചെയ്യും? വെറുതെ റിയാക്ട് ചെയ്യില്ല. പരസ്പരം പ്രതിപ്രവർത്തിക്കാൻ കഴിയുന്ന ആൻറ്റിബോഡിയും ആൻറ്റിജനുമാണെങ്കിൽ അവ തമ്മിൽ റിയാക്ട് ചെയ്യാനും അങ്ങനെ റിയാക്ട് ചെയ്ത് അത് RBCയുടെ ക്ലംപിങ്ങിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ഇതാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ്. അതായത് കൊടുക്കുന്ന ബ്ലഡിൽ ആൻറ്റിജൻ എ ഉണ്ട്, സ്വീകരിക്കുന്ന ആളുടെ ബ്ലഡിൽ ആൻറ്റിബോഡി എയും ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്ന ആളുടെ ബ്ലഡിൽ ആൻറ്റിജൻ എ ഉണ്ട്, സ്വീകരിക്കുന്ന ആളുടെ ബ്ലഡിൽ ആൻറ്റിബോഡി എയും ഉണ്ടെങ്കിൽ അവ തമ്മിൽ പ്രതിപ്രവർത്തിക്കും. ഓക്കെ, അങ്ങനെ പ്രതിപ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സക്സസ്ഫുൾ ആകാതിരിക്കുകയും അതേപോലെ തന്നെ അത് ആളുടേതാണ് ബ്ലഡ് RBC ക്ലബിങ്ങിലേക്ക് നീങ്ങിയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് ആദ്യം ക്ലിയർ ആക്കി വെക്കുക. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് എ ഈ ബ്ലഡ് എ ഗ്രൂപ്പുകാരന് കൊടുക്കുന്നത് കുഴപ്പമൊന്നുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഞാൻ ബി ഗ്രൂപ്പുകാരന് കൊടുക്കാമെന്ന് വിചാരിക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഗ്രൂപ്പ് എയിൽ ആൻറ്റിജൻ എ ഉണ്ട്, നമ്മൾ പഠിച്ചല്ലോ, ആൻറ്റിജൻ എ ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ബിയിൽ ആരുണ്ട്? ആൻറ്റിബോഡി എ ഉണ്ട്. ഈ ആൻറ്റിബോഡി എക്ക് ആൻറ്റിജൻ എയുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ സംഭവിക്കുക? എ ഗ്രൂപ്പ് ബ്ലഡ് നമ്മൾ ബി ഗ്രൂപ്പുകാരന് കൊടുത്തു കഴിഞ്ഞാൽ എ ഗ്രൂപ്പുകാരൻ്റെ ബ്ലഡിലുള്ള ആൻറ്റിജൻ എ ബി ഗ്രൂപ്പുകാരൻ്റെ ബ്ലഡിലുള്ള ആൻറ്റിബോഡി ആൻറ്റി എയുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻ നടക്കുന്നു. അതാണ് ഇവിടെ കുഴപ്പം അല്ലേ? അപ്പോൾ ഇവിടെ ഒന്നുകൂടെ കൺസെപ്റ്റ് ക്ലിയർ ആക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന ബ്ലഡിലുള്ള ആൻറ്റിജൻ സ്വീകരിക്കുന്ന ആളുടെ ബ്ലഡിലുള്ള ആൻറ്റിബോഡിയുമായിട്ട് മാത്രമാണ് റിയാക്ട് ചെയ്യുന്നത്.
അതല്ലാതെ കൊടുക്കുന്ന ബ്ലഡിലുള്ള ആൻറ്റിബോഡി സ്വീകരിക്കുന്ന ആളുടെ ബ്ലഡിലുള്ള ആൻറ്റിജനുമായിട്ട് പ്രതിപ്രവർത്തിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന ആൻറ്റിബോഡി ഇയാളുടെ ബോഡിയിലെ വലിയ ഒരുപാട് ആൻറ്റിജനുമായി പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ റീസൺ. ഓക്കെ. എന്നാൽ വരാൻ പോകുന്ന ബ്ലഡിലുള്ള ആൻറ്റിജൻ ഇയാളുടെ ബ്ലഡിൽ ഓൾറെഡി നാച്ചുറലി പ്രസൻ്റ് ആയിരിക്കുന്ന എന്താണ് ആൻറ്റിബോഡിയുമായിട്ട് പ്രവർത്തിക്കാൻ ഈസി ആയിട്ട് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അടുത്ത മനസ്സിലാക്കുന്ന കാര്യം പറയണേ. അടുത്ത എന്താണ് ഒരു കാര്യം നിങ്ങൾ പറയുമ്പോൾ ആ ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെക്കണേ. സപ്പോസ് ഒരാളുടെ ബ്ലഡിൽ അയാളുടെ ബ്ലഡിൽ എന്തില്ല, ആൻറ്റിബോഡീസ് ഒന്നുമില്ലെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക? അയാൾക്ക് വേണമെങ്കിൽ ഏത് ബ്ലഡും ഇങ്ങോട്ടേക്ക് സ്വീകരിക്കാൻ പറ്റില്ലേ? കാരണം അയാളുടെ ബോഡിയിൽ എന്തില്ല, അയാളുടെ ബ്ലഡിൽ ആൻറ്റിബോഡിയേ ഇല്ല. അപ്പോൾ ആൻറ്റിബോഡി ഇല്ലാത്ത ബ്ലഡ് കാരണം എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് എന്ത് ബ്ലഡും സ്വീകരിക്കാം. ആൻറ്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഏതാ? നിങ്ങളൊന്ന് പറ. AB ഗ്രൂപ്പ്. കാരണം എന്താ? ആളുടെ 2 ആൻറ്റിജനും ഉണ്ട്, ആൻറ്റിബോഡീസ് ഒന്നുമില്ല. അതുകൊണ്ട് AB ഗ്രൂപ്പുകാരന് ഹി ക്യാൻ റിസീവ് എനി ബ്ലഡ്, എനി ഗ്രൂപ്പ് ഓഫ് ബ്ലഡ്. ഇനി അടുത്തെന്താണ് ഓർത്ത് നോക്കേണ്ടത്? നമ്മൾ കൊടുക്കാൻ പോകുന്ന ബ്ലഡിൽ ആൻറ്റിജൻ ഇല്ല എങ്കിലോ? ആൻറ്റിജൻ ഇല്ല, അതായത് കൊടുക്കുന്ന ബ്ലഡിലുള്ള ആൻറ്റിജനാണ് എന്തുണ്ടാക്കുന്നത്? സ്വീകരിക്കുന്ന ആളുടെ ബ്ലഡിൽ ആൻറ്റിബോഡിയുമായിട്ട് കുഴപ്പമുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്ന ബ്ലഡിൽ ആൻറ്റിജൻ ഇല്ലെങ്കിൽ ദെൻ നോ പ്രോബ്ലം. അപ്പം അതുകൊണ്ട് തന്നെ ആൻറ്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഏതാ? ദാറ്റ് ഈസ് O ഗ്രൂപ്പ്. അപ്പോൾ O ഗ്രൂപ്പ് ബ്ലഡ് എന്ത് ചെയ്യാം? ആർക്കും കൊടുക്കാം, ആർക്കും കൊടുക്കാം അല്ലേ? അങ്ങനെ ആർക്കും കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ഈ 2 ഗ്രൂപ്പുകൾക്ക് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്നും യൂണിവേഴ്സൽ ഡോണർ എന്നും പേരുണ്ട്. ഞാൻ അടുത്ത സ്ലൈഡിൽ ഇത് വിശദീകരിക്കാം. അതിന് മുമ്പായിട്ട് ആ കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിലാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ നൽകിയത്. ഇത്തരത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു പോകാമെന്ന് പറയുന്നില്ല, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് എപ്പോഴും ഓർമ്മയുണ്ടാകും. അതങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ആ ടേബിളിലേക്ക് ഒന്ന് വന്നിട്ട് ഡോണർ കോമ്പാറ്റിബിലിറ്റി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നോക്കാലോ. ഓക്കെ, നമുക്ക് ടേബിളിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ A ഗ്രൂപ്പ് ബ്ലഡ് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം? എക്കാരനും ഡൊണേറ്റ് ചെയ്യാം, AB-കാരനും ഡൊണേറ്റ് ചെയ്യാം. എന്തുകൊണ്ട്? എക്ക് ഡൊണേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. സെയിം ഗ്രൂപ്പ് പരസ്പരം ട്രാൻസ്ഫ്യൂഷൻ നടത്താം, നോ പ്രോബ്ലം. AB-കാരൻ എന്തുകൊണ്ടാണ് പറ്റുന്നത്? ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. AB-കാരന് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആണ്. മൂപ്പരുടെ ബ്ലഡിൽ യാതൊരു ആൻറ്റിബോഡിയും ഇല്ല. നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലും ആൻറ്റിജൻ അയാളുടെ ബോഡിയിലേക്ക് പോകുമെന്നല്ലാതെ അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ ഈ AB-കാരൻ്റെ ബ്ലഡിൽ ദർ ഈസ് നോ ആൻറ്റിബോഡി. ഇനി ഇയാൾക്ക് എന്തൊക്കെ സ്വീകരിക്കാം? സ്വീകരിക്കാം, അതാണ് ക്യാൻ റിസീവ് ബ്ലഡ്. ഇതാണ് നിങ്ങളോട് പഠിച്ചു നോക്കാൻ പറഞ്ഞത്. ഈ ടേബിളാണ് പഠിച്ചു നോക്കാൻ പറഞ്ഞത്. ഡോണേഴ്സ് ഗ്രൂപ്പ് ഏതൊക്കെയാണെന്നാണ് പഠിച്ചു നോക്കാൻ പറഞ്ഞത്. സ്വീകരിക്കാം, ഓക്കെ. ഓയും സ്വീകരിക്കാം. എന്തുകൊണ്ട്? O വന്നോട്ടെ, നോ പ്രോബ്ലം. ഓയിൽ എന്തില്ല? ആൻറ്റിജൻ ഇല്ലാത്ത ബ്ലഡാണ്. ഓക്കെ, അതുകൊണ്ട് ഓയും സ്വീകരിക്കാം. ഇനി ബിയിലേക്ക് വരുന്ന സമയത്തോ ബിക്കാരന് കൊടുക്കാം അല്ലേ? ബി ബ്ലഡ് ഗ്രൂപ്പുള്ള ആൾക്ക് കൊടുക്കാം, നോ പ്രോബ്ലം. അതേപോലെ AB-ക്കും കൊടുക്കാം. ഞാൻ തൊട്ട് മുകളിൽ പറഞ്ഞു. കാരണം എന്താ? AB-യിൽ ആൻറ്റിജനേ ഉള്ളൂ, ആൻറ്റിബോഡി ഇല്ലാത്തത് കൊണ്ട് കൊടുക്കുന്ന ബ്ലഡിലുള്ള ആൻറ്റിജൻ ഇയാളുടെ ബ്ലഡിലുള്ള ആൻറ്റിബോഡി ആയിട്ട് ഒരു പ്രവർത്തനം ഉണ്ടാക്കില്ല. ഫൈൻ. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. ഐ വിൽ എക്സ്പ്ലെയിൻ എഗൻ. ഓക്കെ, അതേപോലെ തന്നെ ഈ ബിക്കാരൻ എന്തൊക്കെ റിസീവ് ചെയ്യാം അല്ലേ? എന്തൊക്കെ റിസീവ് ചെയ്യാം? നമ്മൾ കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എന്തൊക്കെ റിസീവ് ചെയ്യാം? അല്ലെങ്കിൽ ഇയാളുടെ ഡോണറായിട്ട് ആരൊക്കെ വരാം? ബി ഡോണറായിട്ട് വരാം, ഓയും ഡോണറായിട്ട് വരാം. നിങ്ങൾക്കറിയാലോ എന്തുകൊണ്ടാണ്? O യൂണിവേഴ്സൽ ഡോണറാണ്. അതായത് ഓയുടെ ബ്ലഡിൽ എന്തില്ല? ദർ ഈസ് നോ ആൻറ്റിജൻ, ആൻറ്റിബോഡി മാത്രമേ ഉള്ളൂ. വരുന്ന ബ്ലഡിലുള്ള ആൻറ്റിബോഡി കുഴപ്പക്കാരനല്ല, വരുന്ന ബ്ലഡിലുള്ള ആൻറ്റിജനാണ് പ്രശ്നക്കാരൻ. അതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി AB ഗ്രൂപ്പിലേക്ക് വന്നാലോ? AB ഗ്രൂപ്പിൽ നമുക്കറിയാം ആൻറ്റിബോഡി ഇല്ലാത്ത ബ്ലഡാണ് അല്ലേ? അതുകൊണ്ട് തന്നെ അയാൾ ഡൊണേറ്റ് ചെയ്യുന്നത് ആർക്ക് മാത്രമാണ്? AB-ക്ക് മാത്രമാണ്. കാരണം എക്കാരന് ഡൊണേറ്റ് ചെയ്താൽ ഇയാളുടെ ബ്ലഡിൽ ആൻറ്റിജൻ A ഉണ്ട്, ബിക്കാരന് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ B ഉണ്ട്. ഇനി അത് AB-ക്ക് കൊടുക്കുന്ന സമയത്ത് കുഴപ്പമില്ല. ഓക്കാരന് കൊടുത്തു കഴിഞ്ഞാലോ? ഓയുടെ ബ്ലഡിൽ ഓൾറെഡി 2 ആൻറ്റിബോഡി ഉണ്ട്. നമ്മൾ 2 ആൻറ്റിജൻ അങ്ങോട്ട് കൊടുക്കുക പറ്റുമോ? പറ്റില്ല. അപ്പം AB ഗ്രൂപ്പ് ആർക്ക് മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? AB-ക്ക് മാത്രം. പക്ഷേ ആരിൽ നിന്നൊക്കെ റിസീവ് ചെയ്യാം? അയാളുടെ ഡോണർ ഗ്രൂപ്പായിട്ട് ആരൊക്കെ വരാം? A വരാം, B വരാം, AB വരാം, O വരാം. മീൻസ് ഹി ഈസ് എ യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്. എന്താ റീസൺ? ഇൻ ഹിസ് ബ്ലഡ് ദർ ഈസ് നോ ആൻറ്റിബോഡി. ആൻറ്റിബോഡി ഇല്ലാത്ത ബ്ലഡിന് എന്തും സ്വീകരിക്കാം. ആൻറ്റിജൻ ഇല്ലാത്ത ബ്ലഡ് ആർക്കും കൊടുക്കാം. ഓക്കെ, ആൻറ്റിജൻ ഇല്ലാത്ത ബ്ലഡ് ആർക്കും കൊടുക്കാം. കാര്യം ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ ഓയിലേക്ക് വരുന്നു. ഓയുടെ പ്രത്യേകത നമ്മൾ പരിചയപ്പെടുത്തി. ഇനി O ക്യാൻ ഡൊണേറ്റ് ടു A, B,
എ ബി ഓ ടു എനിവൺ മീൻസ് ഹീസ് എ യൂണിവേഴ്സൽ ഡോണർ അല്ലേ. എക്ക് കൊടുത്താൽ കുഴപ്പമുണ്ടാവില്ല, കാരണം ഇവനിൽ ആന്റിജൻ ഇല്ല. ബി കൊടുത്താൽ കുഴപ്പമില്ല, ആന്റിജൻ ഇല്ല. എ ബി കൊടുക്കുന്ന സമയത്തും ആന്റിജൻ ഇല്ല. ഓയിൽ ഓൾറെഡി O to O എന്തായാലും കുഴപ്പമില്ല. പക്ഷേ പാവം ഈ ഡോണർക്ക്, അതായത് യൂണിവേഴ്സൽ ഡോണറായി പ്രവർത്തിക്കുന്ന O ഗ്രൂപ്പിന് ഇങ്ങോട്ട് സ്വീകരിക്കാൻ ഒരൊറ്റ ബ്ലഡ് ഗ്രൂപ്പേ പറ്റുള്ളൂ. അതാരാണ്? O മാത്രം. എന്താ റീസൺ എന്ന് മനസ്സിലായാലോ? മൂപ്പര് 2 ആന്റിബോഡിയും കൊണ്ട് ഇങ്ങനെ നടക്കാൻ. ആര് വന്നാലും കുഴപ്പമാണ്. O വന്നാൽ പ്രശ്നമില്ല, കാരണം അതിനകത്ത് ആന്റിജൻ ഇല്ല. അതുകൊണ്ട് ഇയാൾക്ക് ഏത് ആന്റിജനുള്ള ബ്ലഡും സ്വീകരിക്കാൻ പറ്റില്ല. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് എന്ന് പറഞ്ഞാൽ O മാത്രമാണ്. അതുകൊണ്ട് O മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഓരോ ഗ്രൂപ്പിനും അവരുടെ ഡോണറായി പ്രവർത്തിക്കുന്ന ഏതാണെന്ന് അവസാനത്തെ ടേബിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ദിസ് വൺ ഈസ് ദ ഫോക്കസ് ഏരിയ, സോ യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദിസ് വൺ. ഓക്കെ, ഏതായാലും ഈ ടേബിൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഒരു പക്ഷേ ഇത് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാകുമെന്നത് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. ഫോക്കസ് ഏരിയ ആണ്, സോ ബി ഫോക്കസ്ഡ് ഓൺ ദിസ് വൺ. താങ്ക് യു. യെസ്, നമുക്ക് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിംഗ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് RH ടൈപ്പിങ്ങിനെ കുറിച്ച് കൂടെ പറയേണ്ടതുണ്ട്. ഞാൻ അതിലേക്കാണ് വരാൻ പോകുന്നത്. RH ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ അഡീഷണൽ ആയിട്ട് നമ്മളിപ്പോൾ ബ്ലഡിനെ A B AB O എന്നിങ്ങനെ 4 ഗ്രൂപ്പാക്കി മാറ്റുമ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഓരോ ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് പറയാറുണ്ട്. ഏതിൻ്റെ ബേസിലാണ്? അതായത് RBCയുടെ മുകളിൽ തന്നെ ദർ ഈസ് എൻ എക്സ്ട്രാ ആൻറ്റിജൻ നോൺ ആസ് RH ഫാക്ടർ. RH ഫാക്ടർ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് പറഞ്ഞാൽ റീസസ് ഫാക്ടർ എന്നും പറയാം. റീസസ് മങ്കീസിലുള്ള ആൻറ്റിജനോട് സമാനമായത് എന്ന അർത്ഥത്തിലാണ് റീസസ് ഫാക്ടർ അല്ലെങ്കിൽ RH ഫാക്ടർ എന്നൊരു പേര് കിട്ടിയത്. ഓക്കെ, ഇത്തരത്തിലൊരു ആൻറ്റിജനും RBCയുടെ മുകളിൽ കണ്ടേക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ അത്തരം RBCയുടെ മുകളിൽ RH ആൻറ്റിജൻ ഉള്ള ആൾക്കാരെ നമ്മൾ RH പോസിറ്റീവ് എന്നും, മീൻസ് RH പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? മീൻസ് ദ പ്രസൻസ് ഓഫ് RH ഫാക്ടർ ഓൺ ദെയർ RBC. ഇനി ഒരാൾ RH നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് RH ആൻറ്റിജൻ ഇല്ലെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഏത് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് യൂണിവേഴ്സലി നോക്കുന്ന സമയത്ത്, മൊത്തത്തിൽ പരിശോധിക്കുന്ന സമയത്ത് നിയർലി 80% ഹ്യൂമൻ ബീങ്സ് ആരാണ്? RH പോസിറ്റീവാണ്. ഓക്കെ, ഏകദേശം 80%. ഓരോ ഗ്രൂപ്പിൻ്റെയും 80% അല്ലെങ്കിൽ എന്താണ് ടോട്ടൽ ഹ്യൂമൻ ബീങ്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അവരിൽ 80% RH പോസിറ്റീവുകാരാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നെഗറ്റീവ് ഒരു 20% മാത്രമേ ഉള്ളൂ എന്ന് ചുരുക്കം. അപ്പോൾ അത് RH ഗ്രൂപ്പിംഗ് എന്താണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ഫോക്കസ് ഏരിയയിൽ നമ്മളോട് പറയുന്നത് RH ഇൻകോമ്പാറ്റിബിലിറ്റി ഇഷ്യൂ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. അതാണ് എരിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ്. അതിന് മുമ്പായിട്ട് RH ആൻറ്റിബോഡീസ് നാച്ചുറലി പ്രസൻ്റ് അല്ല എങ്കിലും, അതായത് RH ആൻറ്റിജൻ 80% ആൾക്കാർക്ക് ഉണ്ടാകും ഞാൻ പറഞ്ഞു. മനസ്സിലാക്കണേ, RH ആൻറ്റിജൻ 80% ആൾക്കാർക്ക് ഉണ്ടാകും ഞാൻ പറഞ്ഞു. എന്നാൽ RH ആൻറ്റിബോഡിയോ, RH ആൻറ്റിബോഡി, അതായത് RH ആൻറ്റിജനെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്ന ആൻറ്റിബോഡി, അത് സാധാരണ നാച്ചുറലി പ്രസൻ്റ് അല്ല. അതേസമയം A ആൻഡ് B ആൻറ്റിബോഡീസ് നാച്ചുറലി പ്രസൻ്റ് ആണ്. ആൻറ്റി എയും ആൻറ്റി ബിയും. ഇവിടെ RH ആൻറ്റിബോഡി എന്നുള്ളത് നാച്ചുറലി പ്രസൻ്റ് അല്ല. പക്ഷേ ഒരു RH നെഗറ്റീവ് വ്യക്തി, ഇഫ് ഹി റിസീവ് RH പോസിറ്റീവ് ബ്ലഡ് അല്ലേ, അതൊരു തവണ റിസീവ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇറ്റ് കോസസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് RH ആൻറ്റിബോഡി. എന്താ സംഭവിക്കുക? ഇയാളുടെ ബ്ലഡിലേക്ക് RH ഫാക്ടർ വരുന്നതോട് കൂടിയിട്ട് ബ്ലഡിനകത്ത് RH ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഇനി രണ്ടാമത്തെ തവണ വീണ്ടും നിങ്ങൾ RH പോസിറ്റീവ് ഇയാൾക്ക് കൊടുക്കുകയാണെങ്കിലോ, ഇയാളുടെ ബോഡി മുഴുവൻ ഇപ്പം എന്ത് വന്ന് നിറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആവശ്യമായ രൂപത്തിൽ എന്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്? RH ആൻറ്റിബോഡി വന്നിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും RH ആൻറ്റിജനുള്ള ബ്ലഡ് ഇയാളിലേക്ക് വരികയാണെങ്കിൽ, അങ്ങനെ ഒരു ട്രാൻസ്ഫ്യൂഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ സമയത്ത് RBCയിലെ അഗ്ലൂട്ടിനേഷൻ വിധേയമാകുന്നു, അതായത് ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു തവണ പോലും എന്ത് ചെയ്യാറില്ല? RH നെഗറ്റീവ് ബ്ലഡുള്ള ആൾക്ക് RH പോസിറ്റീവ് ബ്ലഡ് കൊടുക്കാറില്ല. നേരെ തിരിച്ചാകാമോ എന്ന ചോദ്യമുണ്ട്. തിയററ്റിക്കലി ഓക്കെയാണ്, കാരണം RH നെഗറ്റീവ് ബ്ലഡുള്ള ആൾ RH പോസിറ്റീവാറിന് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഇപ്പോഴും നമുക്കറിയാം എന്താണ്, ഒരു തരത്തിലും ഒരു മിസ്മാച്ച് വരുന്ന തരത്തിലുള്ള ബ്ലഡ് പരസ്പരം കൊടുക്കാറില്ല. കറക്റ്റ് ക്രോസ് മാച്ചിങ് നടത്തിയതിന് ശേഷം മാത്രം. നമ്മൾ നേരത്തെ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്നും യൂണിവേഴ്സൽ ഡോണർ എന്നുള്ള കൺസെപ്റ്റൊക്കെ പറയുകയാണെങ്കിൽ പോലും പരസ്പരം യാതൊരു തരത്തിലുള്ള ഇഷ്യൂവും ഉണ്ടാകുന്നില്ല എന്നുള്ളത്
റെസിപ്പിയൻറ്റിൻ്റെയും അതേപോലെ ഡോണറുടെയും ബ്ലഡ് തമ്മിൽ മാച്ചിങ് നടത്തിയിട്ട്, അതിനെ ക്രോസ് മാച്ചിങ് എന്നാണ് പറയുക, ക്രോസ് മാച്ചിങ് നടത്തിയിട്ട് കുഴപ്പമില്ലെന്ന് തീരുമാനിച്ചതിന് ശേഷം മാത്രമേ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താറുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ തിയററ്റിക്കലി വേണമെങ്കിൽ RH നെഗറ്റീവുകാരൻ പോസിറ്റീവിന് കൊടുക്കാം. പക്ഷേ പോസിറ്റീവുകാരൻ നെഗറ്റീവിലേക്ക് കൊടുത്താൽ എന്താ കുഴപ്പം? ആ കൊടുക്കുന്ന സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇയാളുടെ ബ്ലഡിൽ എന്ത് ചെയ്യും? anti-RH ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യും. പിന്നീട് ഒരു തവണ ബ്ലഡിലേക്ക് RH ആൻറ്റിജൻ എവിടെന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് റിയാക്ട് ചെയ്യുന്നതായിട്ട് അവസ്ഥയുണ്ടാക്കും. ഇതാണ് കുഴപ്പം. ഈ ഒരു കൺസെപ്റ്റ് ഞാനിവിടെ പരിചയപ്പെടുത്തിയത് ഇനി ഞാൻ പറയാൻ പോകുന്ന അസുഖത്തെക്കുറിച്ച്. ഇനി ഞാൻ പറയാൻ പോകുന്ന അസുഖം എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്താണ്? എറിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ് എന്ന അസുഖമാണ്. ഒരു RH ഇൻകോമ്പാറ്റിബിലിറ്റി ഇഷ്യൂ ആണ്. അതെന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആമുഖം കൂടെയായിട്ട് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങളൊന്നുകൂടെ ഓർത്ത് വെക്കുക. ആവശ്യമെങ്കിൽ റിവൈൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് RH ഇൻകോമ്പാറ്റിബിലിറ്റി ഇഷ്യൂസിലൂടെ ഉണ്ടാകുന്ന ആ ഒരു പ്രോബ്ലത്തിലേക്ക് വരാം. എന്താണ് സംഭവിക്കുന്നത് നോക്കാം. എറിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ്. ഞാൻ ആദ്യം ഈ വാക്ക് നിങ്ങളിന്ന് പരിചയപ്പെടുത്താം. എറിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ്. എറിത്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ RBC. എറിത്രോബ്ലാസ്റ്റോസിസ് എന്ന് പറഞ്ഞാൽ അല്ലേ, എറിത്രോസൈറ്റുകൾക്ക് നാശം സംഭവിക്കാം. ഫീറ്റാലിസ് എന്ന് പറഞ്ഞാൽ, ഫീറ്റസ് ആരാണ്? ഗർഭസ്ഥ ശിശു. ഫീറ്റാലിസ് എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കുന്ന അസുഖമായതുകൊണ്ട് അങ്ങനെ പേര് കിട്ടി. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കത്തിയിട്ടുണ്ട്. എന്താ? ഗർഭസ്ഥ ശിശുവിൻ്റെ RBCക്ക് എന്തോ സംഭവിക്കുമെന്നാണ് അസുഖത്തിൻ്റെ പേരിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫൈൻ, യു ആർ ആബ്സല്യൂട്ട്ലി കറക്റ്റ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്കതിലേക്ക് വരാം. ഞാൻ പറഞ്ഞു RH ഇൻകോമ്പാറ്റിബിലിറ്റി കൊണ്ടാണ് കുഴപ്പമെന്ന് പറഞ്ഞു. ഇവിടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RH ഇൻകോമ്പാറ്റിബിലിറ്റി ബിറ്റ്വീൻ RH നെഗറ്റീവ് ബ്ലഡ് ഓഫ് പ്രഗ്നന്റ് മദർ ആൻഡ് RH പോസിറ്റീവ് ബ്ലഡ് ഓഫ് ദ ഫീറ്റസ്. ഒന്നുകൂടെ പറഞ്ഞാലോ മാഷേ? പറയാം. അതായത് നമ്മുടെ ഗർഭസ്ഥ അവസ്ഥയിലുള്ള ഈ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന അമ്മ എന്ന് പറയുന്നത് ആരാണ്? RH നെഗറ്റീവ് ബ്ലഡുള്ള അമ്മയാണ്. ആയിക്കോട്ടെ, ഓക്കെ. പക്ഷേ ജനിക്കാൻ പോകുന്ന കുഞ്ഞെന്ന് പറഞ്ഞാൽ RH പോസിറ്റീവ് ബ്ലഡുള്ള കുഞ്ഞാണ്, അതായത് ഫീറ്റസ്. ഇവ തമ്മിലുള്ള മിസ് മാച്ച് കൊണ്ട് അല്ലെങ്കിൽ എന്താണ് RH ഇൻകോമ്പാറ്റിബിലിറ്റി കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെയാണല്ലോ പറഞ്ഞു വന്നത്. അപ്പോൾ അടുത്ത ചോദ്യം ഉണ്ടാകും, അതെന്താ? ഈ RH നെഗറ്റീവുള്ള അമ്മയ്ക്ക് RH പോസിറ്റീവ് കുട്ടി തന്നെ, RH നെഗറ്റീവ് അമ്മയ്ക്ക് RH നെഗറ്റീവ് കുട്ടി തന്നെ അങ്ങ് ജനിച്ചാൽ പോരെ? നമ്മൾ പറയുന്ന പോലെ പറ്റില്ലല്ലോ. കാരണം എന്താ? സ്വാഭാവികമായിട്ടും ഈ RH നെഗറ്റീവ് പിന്നെ രക്തമുള്ള ഈ സ്ത്രീയുമായിട്ട് കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു RH പോസിറ്റീവ് രക്തമുള്ള ആളാണെങ്കിൽ, അതായത് ഈ അമ്മയുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു RH പോസിറ്റീവ് ബ്ലഡുകാരനാണെങ്കിൽ ജനിക്കാൻ പോകുന്ന കുട്ടി RH പോസിറ്റീവ് ആകാനാണ് സാധ്യത വളരെ കൂടുതൽ. ഓക്കെ, അത് എത്രത്തോളം എന്ന് നമുക്ക് ജനറ്റിക്സിൻ്റെ ഭാഷയിൽ പറയേണ്ടി വരും. പൂർണ്ണമായിട്ടും എന്താണ് ആ RH പിന്നെ പോസിറ്റീവുള്ള ഭർത്താവ് എന്ന് പറഞ്ഞാൽ അത് ഹോമോസൈഗസ് RH പോസിറ്റീവ് ആണെങ്കിൽ ജനിക്കുന്ന കുട്ടി RH പോസിറ്റീവേ ആകുള്ളൂ. സാധ്യത കൂടുതൽ അതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കണ്ടീഷൻ. അത് ജനറ്റിക്കലി കൺട്രോൾ ചെയ്യപ്പെടുന്നതാണ് ബ്ലഡ് ഗ്രൂപ്പ്. നമുക്കത് തൽക്കാലം ഇപ്പോൾ പറയാനില്ല, നമുക്ക് അടുത്ത വർഷം ജനറ്റിക്സ് പഠിക്കുന്ന സമയത്ത് അങ്ങനെ വിശദീകരിക്കാം. ഏതായാലും നമ്മൾ ഈ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. RH പോസിറ്റീവായ കുട്ടിയാണ് ഈ അമ്മയ്ക്ക് ജനിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം ഉണ്ടാകും, അങ്ങനെയാണെങ്കിൽ മാഷേ നമുക്ക് പിന്നെ ഈ ജനിക്കുന്ന കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ആദ്യം തന്നെ കണ്ടുപിടിക്കാനോ, ഇനി അല്ലെങ്കിൽ എന്താണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ RH നെഗറ്റീവാണ്, അതുകൊണ്ട് എനിക്കൊരു RH എന്താ പറയുക നെഗറ്റീവുള്ള ഭർത്താവ് തന്നെ വേണമെന്ന് പത്രപരസ്യം കൊടുക്കാനും മാട്രിമോണിയിൽ കൊടുക്കാനും പറ്റുമെന്നൊക്കെ ചോദ്യം വന്നേക്കും. അങ്ങനെയൊന്നും വേണ്ട, ഇതിനൊക്കെ പരിഹാരമുണ്ട്. ഓക്കെ, ഞാനതിലേക്ക് വരാം. ഏതായാലും ഈ ഇഷ്യൂ നമ്മളൊന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട്, അസുഖത്തെക്കുറിച്ച് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തുടർന്നുള്ള ഡിസ്കഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഏതായാലും ഈ ഒരു ഇഷ്യൂ ആദ്യം നിങ്ങൾ കൺസെപ്റ്റ് ക്ലിയറായി. മദർ ആരാണ്? RH നെഗറ്റീവാണ്. കുട്ടി ആരാണ്? RH പോസിറ്റീവാണ്, ജനിക്കാൻ പോകുന്ന കുട്ടി. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കാം? ഇവിടെ ആരിലാണ് RH ആൻറ്റിജൻ ഉള്ളത്? നിങ്ങൾ പറ. RH ആൻറ്റിജൻ ഉള്ളത് കുട്ടിയിൽ. ആർക്ക് RH ആൻറ്റിജൻ ഇല്ലാത്തത്? അമ്മയിൽ. അതുകൊണ്ടല്ലേ നെഗറ്റീവ് എന്ന് ഇവിടെയും പോസിറ്റീവ് എന്ന് ഇവിടെയും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ സാധാരണഗതിയിൽ ആ കുഞ്ഞ് അമ്മയുടെ യൂട്രസിനകത്ത് ഗർഭപാത്രത്തിൽ വളരുന്ന സമയത്ത് ഈ കുട്ടിയുടെ RH പോസിറ്റീവ് എന്നുള്ള എന്താ പറയുക രക്തം അമ്മയുടെ RH നെഗറ്റീവ് രക്തമായിട്ട് കൂടിച്ചേരുമോ? ഒരിക്കലും കൂടിച്ചേരില്ല. കാരണം എന്താ?
ഈ കുട്ടിയുടെ രക്തത്തെയും അമ്മയുടെ രക്തത്തെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് വെൽ സെപ്പറേറ്റഡ് ബൈ പ്ലാസൻ്റ എന്ന് പറയാം. പ്ലാസൻ്റ ഇതിനെ കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരിക്കലും ഇവിടെ നിന്നുള്ള ആൻറ്റിജൻ അങ്ങോട്ട് പോകില്ല. ഓക്കെ, പക്ഷേ അങ്ങനെ പോകില്ല എങ്കിലും അടുത്ത കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി, ഈ കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത്, ഫസ്റ്റ് ഡെലിവറിയുടെ സമയത്ത്, ദർ ഈസ് പോസിബിലിറ്റി ഓഫ് എക്സ്പോഷർ ഓഫ് മെറ്റേണൽ ബ്ലഡ് ടു സ്മോൾ എമൗണ്ട് ഓഫ് RH പോസിറ്റീവ് ബ്ലഡ് ഫ്രം ദ ഫീറ്റസ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? കുട്ടി ജനിച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് കുഞ്ഞിലുണ്ടാകുന്ന വളരെ മൈന്യൂട്ടായ ഒരു അബറേഷൻസോ അല്ലെങ്കിൽ ഇഞ്ചുറീസോ എന്തെങ്കിലുമൊക്കെ എന്താണ് കാര്യങ്ങൾ കൊണ്ട് ഈ കുട്ടിയുടെ RH പോസിറ്റീവ് ബ്ലഡ് എന്താ സംഭവിക്കുന്നത്? RH നെഗറ്റീവ് ബ്ലഡ് ഓഫ് ദ മദറുമായിട്ട് മിക്സ് ആകും. എന്താ സംഭവിച്ചത്? ഒന്നുകൂടെ, കുട്ടിയുടെ RH പോസിറ്റീവ് ബ്ലഡ് നോർമലി ഗർഭസ്ഥാവസ്ഥയിൽ എന്താണ് മിക്സ് ആയിട്ടുണ്ടായിരുന്നില്ല. ഡെലിവറിയുടെ സമയത്ത് ചെറിയ തോതിൽ മിക്സിംഗ് അപ്പ് നടക്കും. ആരുമായിട്ട്? കുട്ടിയുടെ ബ്ലഡ്, RH പോസിറ്റീവ് ബ്ലഡ്. ആരുടെ ബ്ലഡുമായിട്ട്? അമ്മയുടെ ബ്ലഡ്. ഏതിന് ബ്ലഡ്? RH നെഗറ്റീവ് ബ്ലഡുമായിട്ട്. അങ്ങനെ എന്താണ് മിക്സിംഗ് അപ്പ് വന്നു കഴിഞ്ഞാൽ അമ്മയുടെ ബ്ലഡ് എന്ന് പറഞ്ഞാൽ RH നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് RH പോസിറ്റീവ് ആൻറ്റിജൻ ഇതുവരെ പരിചയമില്ല. പുതുതായിട്ട് RH പോസിറ്റീവ് ആൻറ്റിജനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ്? ദാറ്റ് ഇൻഡ്യൂസസ് ഫോർമേഷൻ ഓഫ് RH ആൻറ്റിബോഡി ഇൻ മെറ്റേണൽ ബ്ലഡ്. അമ്മയുടെ ബ്ലഡിൽ RH ആൻറ്റിജനെതിരായ ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടി വളരെ സേഫായിട്ട് പുറത്തേക്ക് വരും, ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ അടുത്ത തവണ ഇൻ ദി സബ്സിക്വൻറ്റ് പ്രഗ്നൻസി, അടുത്ത പ്രഗ്നൻസി ആകുമ്പോഴത്തേക്ക്, ഞാനിവിടെ യെല്ലോ മാർക്ക് ചെയ്ത് വെച്ച് കണ്ടു, ആരായതെന്നറിയോ നിങ്ങൾ? RH ആൻറ്റിജനെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്ന അമ്മയുടെ ബോഡിയിൽ പുതുതായി ഡെവലപ്പ് ചെയ്ത ആൻറ്റി-RH ആൻറ്റിബോഡിയാണ് അല്ലേ? ആരാണ്? RH ആൻറ്റിബോഡി. ഈ RH ആൻറ്റിബോഡി ഫ്രം മദർ ദാറ്റ് മേ ലീക്ക് ഇൻ ടു ഫീറ്റസ്. അതെന്താ? നേരത്തെ അല്ലേ മാഷ് പറഞ്ഞത് ഇവിടെ പ്ലാസൻ്റ വിൽ സെപ്പറേറ്റ് എന്നൊക്കെ. പ്ലാസൻ്റയ്ക്ക് ഞാൻ പറഞ്ഞു കുഞ്ഞിലെ ബ്ലഡ് അങ്ങോട്ട് പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് വെൽ സെപ്പറേറ്റഡ് ആയിട്ട് എന്താ പറയുക സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ കഴിയുമെങ്കിലും പ്ലാസൻ്റ വഴി ആൻറ്റിബോഡീസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആക്ച്വലി ആൻറ്റിബോഡീസിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് പലതരത്തിൽ ആവശ്യം വന്നേക്കാം. കാരണം ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ പോലും സാധാരണഗതിയിൽ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തി നൽകുന്ന ആൻറ്റിബോഡി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ഇത് അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത ഈ ആൻറ്റി-RH ആൻറ്റിബോഡിയും ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ആരാ? RH ആൻറ്റിജനെ നശിപ്പിക്കാൻ കഴിയുന്ന ആൻറ്റിബോഡിയാണ് അല്ലേ? ദാറ്റ് ലീക്ക് ഇൻ ടു ദ ഫീറ്റൽ ബ്ലഡ്. ഫീറ്റസിൻ്റെ ബ്ലഡ് ഏതാ? RH പോസിറ്റീവ്. അങ്ങനെ എന്താണ് RH പോസിറ്റീവ് എന്നുള്ള ബ്ലഡിലേക്ക് RH ആൻറ്റിജനെ എതിരായി പ്രവർത്തിക്കാൻ കഴിയുന്ന RH ആൻറ്റിബോഡി അമ്മയിൽ നിന്ന് ലീക്ക് ഔട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇറ്റ് മേ ലീഡ് ടു ഡിസ്ട്രോയിങ് ദ ഫീറ്റൽ RBC. ഫീറ്റസിൻ്റെ RBC നശിപ്പിക്കാൻ അത് ശ്രമിക്കും അല്ലേ? ഇതെന്തൊക്കെയാണ് കുഴപ്പമുണ്ടാക്കുക? ദാറ്റ് മേ ബി ഫേറ്റൽ. ഒരു പക്ഷേ എന്താണ് അത് കുഞ്ഞിൻ്റെ പൂർണ്ണമായിട്ടുള്ള മരണത്തിലേക്ക് നയിച്ചേക്കാം അല്ലേ? അല്ലെങ്കിൽ എന്താണ് ഓർക്കോസിവിയർ അനീമിയ. കുഞ്ഞിലെ RBC കുറഞ്ഞു പോയിട്ട് കുഞ്ഞ് ഭയങ്കര സിവിയറായ അനീമിക്കായി മാറാം. അനീമിയ RBC കുറയുമ്പോഴല്ലേ സംഭവം, ഹീമോഗ്ലോബിൻ കുറയുമ്പോഴല്ലേ അനീമിയ എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ് ജോണ്ടിസ് ഉണ്ടാകാം. അപ്പോൾ ഇത്തരത്തിൽ ഡിഫറെൻറ്റ് കണ്ടീഷൻസ്, ഒന്നുകിൽ കുട്ടിയുടെ നാശത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക്, ഫേറ്റൽ ടു ഫീറ്റസ് എന്ന് പറഞ്ഞു, ഓർ സിവിയർ അനീമിയ ഉണ്ടാകുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ജോണ്ടിസ് ആകാമെന്ന് പറഞ്ഞു. ഈ രീതിയിൽ വരാം. ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എരിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ്. എരിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ് അല്ലേ? ഞാനത് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടുതൽ എടുത്തുമെന്ന് എനിക്കറിയാം. എന്നിരുന്നാൽ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ഓക്കെ ആണോ? നിങ്ങൾ പറ, കൺസെപ്റ്റ് ഓക്കെ ആണോ? ഓക്കെ, അതായത് ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ചുരുക്കിയിട്ട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അമ്മ RH നെഗറ്റീവാണ്, ജനിക്കാൻ പോകുന്ന കുട്ടി RH പോസിറ്റീവാണ് അല്ലേ? ആ കുട്ടിയെ ഗർഭം ധരിച്ച സമയത്ത് അമ്മയ്ക്കും കുട്ടിക്കൊന്നും ഒരു കുഴപ്പമില്ല. കുട്ടി ജനിച്ച് പുറത്തേക്ക് വരും. ജനിച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് കുട്ടിയിലെ RH പോസിറ്റീവ് രക്തം അമ്മയുടെ RH നെഗറ്റീവ് ബ്ലഡുമായിട്ട് മിക്സിംഗ് അപ്പ് നടക്കാൻ സാധ്യത. അങ്ങനെ അമ്മയിൽ എന്ത് ചെയ്യുന്നു? RH ആൻറ്റിജനെതിരായിട്ട് സ്വാഭാവികമായിട്ടും RH ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യുന്നു. ഈ RH ആൻറ്റിബോഡി അമ്മയുടെ ബോഡിയിൽ അങ്ങനെ തന്നെ നിൽക്കും. കാരണം ആൻറ്റിബോഡീസ് ഒരു തവണ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ബ്ലഡിലുണ്ടാകും. അതുകൊണ്ടല്ലേ നമുക്ക് ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് അസുഖം വരില്ല എന്നൊക്കെ പറയുന്നത്. കാരണം ഈ ആൻറ്റിബോഡിക്ക് അവിടെ തങ്ങി നിൽക്കാൻ പറ്റും. അതൊരു ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ്.
അല്ലേ? അപ്പോൾ ഈ ഡെവലപ്പ് ചെയ്ത ആൻറ്റിബോഡി സബ്സീക്വൻ്റ് ആയിട്ട് അടുത്തൊരു പ്രഗ്നൻസി നടക്കുമ്പോൾ ആ കുട്ടി RH പോസിറ്റീവ് ആണെങ്കിൽ, അതാകാനും സാധ്യത. ഓക്കെ, RH പോസിറ്റീവ്, ഞാൻ എൻ്റെ ജനറ്റിക്സ് നേരത്തെ ജസ്റ്റ് സൂചിപ്പിച്ചു. ആ കുട്ടിയും RH പോസിറ്റീവ് ആണെങ്കിൽ ഈ ഓൾറെഡി ഒന്നാമത്തെ കുട്ടി ജനിക്കുന്ന സമയത്ത് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന RH ആൻറ്റിബോഡി അമ്മയുടെ ബ്ലഡിൽ നിന്ന് കുഞ്ഞിലേക്ക് പ്ലാസൻ്റ വഴി ലീക്ക് ഔട്ട് ചെയ്ത് വരികയും ഈ കുട്ടിയുടെ RH ആൻറ്റിജനുമായി പ്രതിപ്രവർത്തിക്കുകയും അങ്ങനെ RBCയെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം? കുട്ടിക്ക് ഫേറ്റൽ, അതായത് മരണം വരെ സംഭവിക്കാം. സിവിയർ അനീമിയ സംഭവിക്കാം, അല്ലെങ്കിൽ ജോണ്ടിസായി മാറാം. അങ്ങനെയുള്ള കണ്ടീഷൻസാണ് ഉണ്ടാകുന്നത്. ഇതാണ് നമ്മൾ എരിത്രോബ്ലാസ്റ്റോസിസ് ഫെറ്റാലിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഒന്നാമതായിട്ട് എന്താ പറയുക, സർ അമ്മ RH പോസിറ്റീവും കുട്ടി RH നെഗറ്റീവ് ആണെങ്കിൽ വല്ല കുഴപ്പമുണ്ടാവുമോ? ഇല്ല. ഒന്നാമതായിട്ട് അതാ പറയേണ്ടത്. എന്തുകൊണ്ട് കുഴപ്പം ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ കുട്ടി RH നെഗറ്റീവ് ആണല്ലോ. ഈ കുട്ടി RH നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ ബ്ലഡ് അമ്മയുടെ ബ്ലഡുമായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, അല്ലേ? അതേപോലെ തന്നെ അമ്മയിൽ ഓൾറെഡി പ്രസൻ്റ് ആയിരിക്കുന്ന ഈ ആൻറ്റിജൻ എന്ന് പറയുന്നത് ഒരിക്കലും പ്ലാസൻ്റ വഴി കുട്ടിയിലേക്ക് ഇറങ്ങി വരികയുമില്ല. അതുകൊണ്ട് തന്നെ കുട്ടി RH നെഗറ്റീവും അമ്മ RH പോസിറ്റീവ് ആകുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അത് എരിത്രോബ്ലാസ്റ്റോസിസ് ഫെറ്റാലിസ് ആയിട്ട് മാറുന്നില്ല. ഓക്കെ, അതാണ് അവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു ഭാഗം കൂടെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ വല്ല മാർഗമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ എന്താണ്? എരിത്രോബ്ലാസ്റ്റോസിസ് ഫെറ്റാലിസ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ അഡ്മിനിസ്ട്രിങ് anti-RH ആൻറ്റിബോഡി ടു ദ മദർ. അമ്മയിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞിരിക്കുന്ന RH ആൻറ്റിബോഡികളെ ന്യൂട്രലൈസ് ചെയ്യുന്ന തരത്തിലുള്ള anti-RH ആൻറ്റിബോഡീസ് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുക. എപ്പോൾ ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫസ്റ്റ് ഡെലിവറി, അല്ലേ? ഒന്നാമത്തെ കുട്ടിയെ ഡെലിവറി ചെയ്ത ആ സമയത്ത് അമ്മയ്ക്ക് ഇതുപോലെ anti-RH ആൻറ്റിബോഡീസിൻ്റെ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന സബ്സിക്വൻറ്റ് ഡെലിവറീസിൽ അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് പ്രഗ്നൻസിയിൽ എരിത്രോബ്ലാസ്റ്റോസിസ് ഫെറ്റാലിസ് ഡെവലപ്പ് ചെയ്യാതെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, ഓരോ ചാപ്റ്ററിൻ്റെയും ഫോക്കസ് ഏരിയ 2 വീഡിയോസിലെങ്കിലും പരമാവധി ഒതുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ട് തന്നെ അടുത്തൊരു ടോപ്പിക് കൂടെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ട്, അതായത് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ കൂടെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. സോ ആ ഒരു ഭാഗം കൂടെ നിങ്ങൾ കാണുക. അപ്പോൾ അതിനുശേഷം ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിലെ ഹാർട്ടിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ചില പോയിൻറ്റ്സും, അല്ലേ, അതേപോലെ ECG പോലുള്ള ഭാഗങ്ങളും, കാർഡിയാക് സൈക്കിളിൽ വരുന്ന സിസ്റ്റോളും ഡയസ്റ്റോളും, ആൻഡ് ഫൈനലി വരാൻ പോകുന്ന ഡിസോർഡേഴ്സൊക്കെ മറ്റൊരു വീഡിയോ നമ്മൾ നൽകും. ഏതായാലും ഇന്ന് നമുക്ക് ബ്ലഡ് ക്ലോട്ടിംഗ് കൂടെ മനസ്സിലാക്കിയിട്ട് വേഗം തിരിച്ചു വരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിലെ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോട്ടിംഗ് അല്ലെങ്കിൽ ബ്ലഡ് കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെക്കാനിസം ഓഫ് ഹീമോസ്റ്റാസിസ്, അതായത് പ്രിവെൻഷൻ ഓഫ് ബ്ലഡ് ലോസ് ത്രൂ ഇഞ്ചുറി. നമുക്കുണ്ടായിരിക്കുന്ന ഇഞ്ചുറീസിലൂടെ ബ്ലഡ് ലോസ് തടയാനുള്ള ഒരു മെക്കാനിസമാണ്. അതിനെ ഹീമോസ്റ്റാസിസ് എന്ന് പറയും, അല്ലേ? അതിനെ വിളിക്കുന്ന പേരാണ്. ഹീമോ മീൻസ് ബ്ലഡ്, ഹീമോഗ്ലോബിൻ ബ്ലഡുമായി ബന്ധപ്പെട്ടാണ്. സ്റ്റാസിസ് അതിനെ സ്റ്റാറ്റിക്കായി നിർത്തുക, അതാണ് ഹീമോസ്റ്റാസിസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. മെക്കാനിസം ഓഫ് ഹീമോസ്റ്റാസിസ് ആണ് ബ്ലഡ് കൊയാഗുലേഷൻ. അത് ഇഞ്ചുറീസിലൂടെ ബ്ലഡ് പോകുന്നതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പറയും. ഇത് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതിന് പകരമായിട്ട് ഐ വിൽ ജസ്റ്റ് ഗിവ് യു എ ഫ്ലോ ചാർട്ട്. എന്താ ഫ്ലോ ചാർട്ട് കാണുന്നത്? ബ്ലഡ് കൊയാഗുലേഷൻ്റെ സ്റ്റെപ്സ് ആണ്. എന്തൊക്കെയാണ് വരാൻ പോകുന്നത്? സൈറ്റ് ഓഫ് ഇഞ്ചുറി, ഒരിടത്ത് മുറിവ്, കാലിലോ കയ്യിലോ എവിടെയോ മുറിവ് സംഭവിച്ചു. അങ്ങനെ മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ നോക്കുക, നമുക്ക് 1 by 1 ആയിട്ട് പറയാം. ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈറ്റിൽ ക്ലംപ്ഡ് പ്ലേറ്റ്ലെറ്റ്സും അതേപോലെ തന്നെ ടിഷ്യൂസ് ഉണ്ടാകും. പ്ലേറ്റ്ലെറ്റുകളാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അവിടെയുള്ള ഡാമേജ്ഡ് ടിഷ്യൂസും ചേർന്നിട്ട് ഒരു കോമ്പൗണ്ട് റിലീസ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ത്രോംബോപ്ലാസ്റ്റിൻ, അല്ലേ? ഈ ത്രോംബോപ്ലാസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? അടുത്ത സ്റ്റേജിൽ അതൊരു എൻസൈമായി മാറും. ദാറ്റ് ഫോംസ് ത്രോംബോകൈനേസ്, അല്ലെങ്കിൽ അതിനെ പ്രോത്രോംബിനേസ് എന്ന് വിളിക്കാം, എൻസൈം. ആ എൻസൈമിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ആ എൻസൈംസിൻ്റെ പ്രത്യേകത, കാൽഷ്യത്തിൻ്റെ പ്രസൻസിൽ നമ്മുടെ ബ്ലഡിൽ ഓൾറെഡി പ്രസൻ്റ് ആയിരിക്കുന്ന മറ്റൊരു പ്രോട്ടീനായ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റിയാൽ അടുത്ത സംഭവിക്കുന്ന കാര്യം എന്താണ്? ബ്ലഡിലുള്ള മറ്റൊരു സോളിബിൾ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ ഇതൊക്കെ ബ്ലഡിൻ്റെ പ്ലാസ്മയിൽ ഡിസോൾവ്ഡ് ആയിട്ട് കാണാം കേട്ടോ. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിരിക്കുന്ന എല്ലാ സബ്സ്റ്റൻസും ബ്ലഡിൻ്റെ പ്ലാസ്മയിൽ
ഇനാക്റ്റീവ് ഫോമിലോ അല്ലെങ്കിൽ ഡിസോൾവഡ് ഫോമിലോ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു എന്താണ് പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ സൊളിബിൾ ഫോമിലാണ്. ത്രോംബിൻ്റെ പ്രസൻസിൽ ഈ ഫൈബ്രിനോജൻ ഫൈബ്രിൻ എന്നുള്ള സൊളിബിൾ പ്രോട്ടീനായി മാറും. ഇൻസോളിബിൾ പ്രോട്ടീനായി മാറും. ഫൈബ്രിൻ ആരാണ്? ഇൻസോളിബിളാണ്. അത് ആക്ച്വലി ഒരു നെറ്റ്വർക്ക് പോലെയാണ്. ഇവിടെ കാണുന്നില്ലേ, ഒരു നെറ്റ്വർക്ക് പോലെയാണ് ഇങ്ങനെ ഫോം ചെയ്യുക. ഫൈബ്രിൻ നാരുകൾ പോലെ. അങ്ങനെ ഒരു നാര് പോലെ ഇത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സംഭവിക്കുന്ന കാര്യം എന്താണ്? ഞാൻ നിങ്ങൾക്കത് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാൻ പരിചയപ്പെടുത്താം. ഇവിടെ നോർമലി നോക്കണേ, ഇത് ഫൈബ്രിൻ്റെ ഒരു എന്താണ് നെറ്റ്വർക്കായിട്ട് ഇങ്ങനെ ഫോം ചെയ്ത് വരികയാണെന്ന് ആലോചിച്ച് നോക്കുക. ഫൈബ്രിൻ്റെ നെറ്റ്വർക്കായിട്ട് ഈ ഫൈബ്രിൻ്റെ നെറ്റ്വർക്കിനിടയിലേക്ക് അല്ലേ, ഈ നെറ്റ്വർക്ക് കൊണ്ട് മാത്രം ബ്ലഡ് ഫ്ലോ നിൽക്കില്ല. പകരം എന്താ ചെയ്യുന്നത്? ഇവിടേക്ക് ഡെഡ് ആൻഡ് ഡാമേജ്ഡ് ഫോംഡ് എലമെൻറ്റ്സ് വരും. അതായത് ഫോംഡ് എലമെൻറ്റ്സ് ആരൊക്കെയായിരുന്നു? RBC ഫോംഡ് എലമെൻ്റ് ആണ്, WBC ഫോംഡ് എലമെൻ്റ് ആണ്, പ്ലേറ്റ്ലെറ്റ് ഓൾറെഡി പ്ലേറ്ലെറ്റ് ഇവിടെ ഇൻവോൾവ്ഡ് ആണെങ്കിൽ പോലും പ്ലേറ്റ്ലെറ്റും ഫോംഡ് എലമെൻ്റ് ആണ്. അതൊക്കെ ഇതിനിടയിലേക്ക് ട്രാപ്പ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു RBC വന്ന് ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു വിചാരിക്കാം. RBC വന്ന് തങ്ങി, ഓക്കെ, അടുത്തടുത്തും RBC വന്ന് തങ്ങി നിൽക്കുന്നു. ഇവിടെ കാണുന്നുണ്ട്, ആ ഡയഗ്രം ഇവിടെ കാണുന്നുണ്ട്, ഞാൻ വരക്കാൻ പോകുന്നത് അല്ലേ. അങ്ങനെ കുറേ RBCകൾ വന്ന് നിൽക്കും. കുറേയൊക്കെ എന്താണ് ഈ ഒരു പിന്നെ നെറ്റ്വർക്കിൻ്റെ ചെറിയ സീവ്സ് അല്ലെങ്കിൽ എന്താണ് അരിപ്പകൾ അടഞ്ഞു പോയിട്ടുണ്ട്. ഇനി കുഞ്ഞു കുഞ്ഞു അരിപ്പകളിലേക്ക് WBC വരും, WBC വന്ന് നിൽക്കും. അതേപോലെ പ്ലേറ്റ്ലെറ്റുകളും വളരെ ചെറിയ ചെറിയ എന്താണ് ഫ്രാഗ്മെൻ്റ് ആണെങ്കിലും ആ പ്ലേറ്റ്ലെറ്റുകളും വന്ന് നിൽക്കും. അങ്ങനെ എന്താണ് ഈ ഫൈബ്രിൻ കൊണ്ടുണ്ടായിരിക്കുന്ന നെറ്റ്വർക്ക് പൂർണ്ണമായിട്ടും ഈ ഫോംഡ് എലമെൻറ്റ്സ് കൊണ്ട് അങ്ങ് അടഞ്ഞു പോകും. പിന്നെന്ത് ചെയ്യാൻ പറ്റില്ല? ഉള്ളിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഈ തരത്തിൽ ഫോം ചെയ്യുന്ന ഫൈബ്രിനും അതേപോലെ തന്നെ അല്ലേ നമ്മളീ പറഞ്ഞിരിക്കുന്ന പിന്നെ ഡെഡ് ആൻഡ് ഡാമേജ്ഡ് ഫോംഡ് എലമെൻറ്റ്സും ചേർന്നുണ്ടാകുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ക്ലോട്ട് അല്ലെങ്കിൽ കൊയാഗുലം എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? കൊയാഗുലം. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ എന്താണ് ബ്ലഡ് ക്ലോട്ടിൻ്റെ ഒരു പ്ലഗ് ഉണ്ടായിട്ട് പിന്നീട് ബ്ലഡിൻ്റെ ഫ്ലോ ഇല്ലാതാക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഏതായാലും എന്താണ് ബ്ലഡ് ക്ലോട്ടിങ്ങിൽ കാൽഷ്യം അയോണുകളുടെ റോള് നിങ്ങൾ ഓർത്ത് വെക്കണം. അതേപോലെ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്ന വിറ്റമിനാണ് വിറ്റമിൻ കെ. ഓരോ വിറ്റമിൻസിനും പലതരം അല്ലേ ഫംഗ്ഷൻ ഉണ്ട്. കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വിറ്റമിൻ എ വേണം അല്ലേ, വിറ്റമിൻ സി ഇമ്മ്യൂണിറ്റിക്ക് വേണം, അതേപോലെ തന്നെ വിറ്റമിൻ ഇ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ സഹായിക്കുന്നുണ്ട്, വിറ്റമിൻ കെ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്ന വിറ്റമിൻ ആണെന്ന് എവിടെയെങ്കിലും നിങ്ങളൊരു ജനറൽ നോളജായിട്ട് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, വിറ്റമിൻ കെ. അപ്പോൾ ഇതൊക്കെയാണ് പ്രത്യേകതകൾ. ഞാനിതൊന്നുകൂടെ നിങ്ങൾക്ക് ക്ലോട്ടിങ്ങിൻ്റെ സ്റ്റെപ്സ് മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ ബോഡിയിൽ സൈറ്റ് ഓഫ് ഇഞ്ചുറി, എവിടെയാണോ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ഇഞ്ചുറി വന്നിരിക്കുന്നത് അവിടെയുള്ള പ്ലേറ്റ്ലെറ്റുകളും അതേപോലെ ഡാമേജ്ഡ് ടിഷ്യൂസും, ക്ലംപ്ഡ് പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ടിഷ്യൂസ് എന്നാണ് പറഞ്ഞത്. അവയ്ക്ക് എന്ത് റിലീസ് ചെയ്യാൻ പറ്റും? ത്രോംബോപ്ലാസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഒരു ഘടകം റിലീസ് ചെയ്യാൻ പറ്റും, ത്രോംബോപ്ലാസ്റ്റിൻ. ഓക്കെ, ത്രോംബോപ്ലാസ്റ്റിൻ. ഇനി ആ ത്രോംബോപ്ലാസ്റ്റിൻ പെട്ടെന്ന് തന്നെ ത്രോംബോകൈനേസ് എന്നുള്ളൊരു എൻസൈമായി മാറും. ത്രോംബോകൈനേസ്, ദിസ് വൺ ഈസ് ദ ത്രോംബോകൈനേസ്. മറ്റൊരു പേരുണ്ട് പ്രോത്രോംബിനേസ് എൻസൈം. അത് ഹൈഡ്രോളൈസ് ചെയ്ത് കാൽഷ്യത്തിൻ്റെ പ്രസൻസിൽ ആരെയാണ്? പ്രോത്രോംബിനെ ത്രോംബിനാക്കി ഹൈഡ്രോളൈസ് ചെയ്യും. പ്രോത്രോംബിനെ ത്രോംബിനായി ഹൈഡ്രോളൈസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. ത്രോംബിൻ അത് മറ്റൊരു എൻസൈമായി പ്രവർത്തിക്കുന്നു. ഫൈബ്രിനോജനെ, സൊളിബിൾ ഫൈബ്രിനോജനെ ഇൻസോളിബിൾ ഫൈബ്രിനാക്കി മാറ്റും. ഈ ഫൈബ്രിൻ്റെ മുകളിലേക്ക് ഡെഡ് ആൻഡ് ഡാമേജ്ഡ് ഫോംഡ് എലമെൻറ്റ്സ് കൂടെ വരുമ്പോൾ അതാരായി മാറുന്നു? ക്ലോട്ടായി മാറും. ക്ലോട്ട്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ സ്റ്റെപ്സ് ഇല്ലാതെയോ അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ നിങ്ങൾ ഈ റിയാക്ഷൻ എന്താണ് ഏതെങ്കിലും പൂർണ്ണമായിട്ടും വരണമെന്നില്ല, കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ചിലപ്പോൾ നമുക്ക് എക്സാമിന് അതിനെ ഫില്ലപ്പ് ചെയ്യാനൊക്കെ ചോദിക്കാം. സോ ദിസ് വൺ ഈസ് ദ റിയാക്ഷൻ. ഇറ്റ്സ് എ കോംപ്ലക്സ് റിയാക്ഷൻ. ആ കോംപ്ലക്സ് റിയാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഫ്ലോ ചാർട്ടിലൂടെ മനസ്സിലാക്കി തന്നു. ബ്ലഡ് കൊയാഗുലേഷൻ്റെ സ്റ്റെപ്സാണ് നമ്മൾ ഓർത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ കാണിച്ച പോലെ തന്നെ ഒരു ബ്ലഡ് ഇഞ്ചുറി ഉണ്ടായാൽ ബ്ലീഡിങ് സംഭവിക്കും. എന്നാൽ കൊയാഗുലേഷൻ നടന്നു കഴിഞ്ഞാൽ അല്ലേ ദാറ്റ് മേ ലീഡ്സ് ടു ഹീമോസ്റ്റാസിസ്, ബ്ലഡ് ഫ്ലോ അവിടെ നിൽക്കും. അതാണ് ഹീമോസ്റ്റാസിസ്. ഇതാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അവസാന ഭാഗം. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ അല്പം ദീർഘിച്ചു പോയെന്നറിയാം. സ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഫോക്കസ് ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫോക്കസ് ഏരിയയിൽ എല്ലാ കാര്യങ്ങളും ഈ ഒരു സർക്കുലേഷനായി ബന്ധപ്പെട്ട ചാപ്റ്ററിൻ്റെ ഏകദേശം 50% നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് എന്താണ് പൂർണ്ണമായിട്ടും ഫോക്കസ് ഏരിയ തീർക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും ഇന്നത്തെ ക്ലാസ്സിലുണ്ടാകുന്ന ഏതെങ്കിലും സംശയങ്ങൾ, ഞാനത് പുതിയ കുറേ കൺസെപ്റ്റുകൾ, പുതിയ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. താഴെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് സംശയങ്ങൾ രേഖപ്പെടുത്താം, നോ പ്രോബ്ലം. ഞാൻ അവിടെ തന്നെ റിപ്ലൈ ചെയ്യും, നിങ്ങൾക്ക് കാണാം. ഏതായാലും എന്താണ് ക്ലാസ് കണ്ടതിന് നന്ദി പറയട്ടെ.
അതോടൊപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഈ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയയുടെ അടുത്ത ഭാഗമായിട്ട് ഞാൻ അടുത്ത ദിവസം വരും. ടിൽ ദെൻ ബൈ. താങ്ക് യു വെരി മച്ച്.